ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ജോസ്ന നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് സമയമായി തൻ്റെ ഊഴം കാത്തിക്കുന്ന ജോസിനെ കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. നേരെ അടക്കടയിൽ എവിടെ ജോസ്നയുടെ സ്ഥലം? കാസർഗോഡ്. കാസർഗോഡ് നിന്ന് ഇവിടം വരെ വന്ന് പഠിക്കുകയാണ്. അത്ര ഇഷ്ടമാണ് ഈ കോളേജ് അല്ലേ? അവിടെ ഒന്നും കയറ്റിയില്ലല്ലേ കാസർഗോഡിൽ? എവിടെ നാട് വിട്ട് പോകുന്നതാണ് അല്ലേ? കുഴപ്പമില്ല, അഭിനയിച്ച് നോക്കാം. ആക്ഷൻ. എന്തായിരുന്നോ താൻ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളിൽ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്നോ? കാഴ്ചവെച്ചടോ. നടിമാരുടെ തള്ളന്മാര്. റിഹേഴ്സൽ കഴിഞ്ഞ് 4-ാം ദിവസവും സംവിധായകൻ വരാതിരുന്നപ്പോൾ ഭയങ്കര വിഷമമായി ജോസ്നയ്ക്ക്. കണ്ണ് നിറഞ്ഞാണത് പറയുന്നത്. പക്ഷെ അഭിനയിക്കേണ്ട സ്പോട്ട് ഇതല്ലായിരുന്നു. അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചതിന് പകരം ഒരക്ഷരം മാറ്റി എന്നെ വിളിച്ചത് അറിയാമോ? സൂപ്പർ. അടുത്തതായി മറ്റൊരു മികച്ച നടിയാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. നന്ദനെ വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം. കാരണം നന്ദന വരുമ്പോൾ എന്താ ആവേശം എന്നറിയോ? പലരും കൈയടിക്കുന്ന പോലും ഇല്ല. കാര്യം അത്ര കോൺഫിഡൻസ് ആണ് നന്ദനയുടെ പുറത്ത്. വിളക്ക് എന്ത് അങ്ങനെയൊന്നുമില്ല, അത് കാണിച്ചു കൊടുക്കണവർക്ക് ഇതല്ല എന്നുള്ളത് അല്ലേ? എവിടെ സ്ഥലം? തൊടുപുഴ. അഭിനയിച്ച് നോക്കാം. ആക്ഷൻ. എന്തായിരുന്നു താൻ എന്നോട് പറഞ്ഞത്? കിട്ടിയില്ല. ഇങ്ങനെയാണ് കാണിച്ചു കൊടുക്കണം. എന്തായിരുന്നു താൻ എന്നോട് പറഞ്ഞിരുന്നത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ. നടിയല്ല, നടികളുടെ തള്ളമാര്. 4-ാം ദിവസം മേലങ്കി അണിഞ്ഞ് സംവിധായകൻ വരാതിരുന്നപ്പോൾ സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്ന അവളുമാരുടെ തള്ളമാര് ഒരക്ഷരം മാറ്റിയാടോ എന്നെ വിളിച്ചത് അറിയോ? രക്ഷപ്പെട്ടു. അടുത്തതായി ചാൻസ് ചോദിച്ച് മേടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ അഭിനയത്തോട് അത്ര ഇഷ്ടമുള്ള ഒരു വ്യക്തി ആരായിരുന്നു? കണ്ണൻ. കണ്ണനെ സ്വാഗതം ചെയ്യാം സുഹൃത്തുക്കളെ. കണ്ണൻ അദൃശ്യനാവാനുള്ള കഴിവുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഇങ്ങനെ ഒരാൾ അവിടെ നിന്ന് ഞാൻ കണ്ടതുപോലുമില്ല. എവിടെയാണ് കണ്ണൻ്റെ സ്ഥലം? വൈക്കം. അഭിനയിച്ച് നോക്കാം. ആക്ഷൻ. എന്തായിരുന്നോ താൻ എന്നോട് പറഞ്ഞത്? ഇവിടെ പറഞ്ഞാൽ മതി. എന്തായിരുന്നോ താൻ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിക്കുന്ന അഭിനയം കാഴ്ചവെക്കുന്നു. കാഴ്ചവെച്ചടോ. നീയല്ല, നടിമാരുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം മേലങ്കി അണിഞ്ഞ് സംവിധായകൻ എത്തായിരുന്നപ്പോൾ അതുവരെ കിട്ടിയ പിന്നെ ഒറ്റ സ്ട്രെച്ചാണ് തീരണവരെ ശ്വാസം വിടില്ല. സംവിധായകൻ എത്തായിരുന്നപ്പോൾ അതുവരെ സാറേ സാറേ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന അവളുമാരുടെ തള്ളമാരിപ്പോൾ എന്നോട് ഒരക്ഷരം മാറ്റിയാണ് വിളിക്കുന്നത്. മനസ്സിലായി? ഒരക്ഷരം മാറ്റിയാണ് വിളിക്കുന്നത്. നല്ല ഒരു ഭാവിയുള്ള നടൻ. അവസാനമായി ഒരു നടൻ കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലിബിൻ. തൻ്റെ ഊഴത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തു നിന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രം ഭയങ്കര കൈയടിയാണ് ലിബിന്. നിങ്ങളൊരു ക്ലാസ്സാണോ? അല്ല, കണ്ടിട്ട് പോലും ഇല്ല. ചുമ്മാ ആവേശം കയറ്റി വിടുകയാണ് ആൾക്കാർ. ലിബിനെ റെഡിയല്ലേ? ആണ്. എവിടെ സ്ഥലം? പേരൂർ. ഓക്കെ. ആക്ഷൻ. എന്തായിരുന്നാണ് നീ എന്നോട് പറഞ്ഞത്? എനിക്ക് നെഞ്ചുവേദന വരുന്നു പെട്ടെന്ന്. എന്തായിരുന്നാണ് നീ എന്നോട് പറഞ്ഞത്? ഷേക്സ്പിയർ നാടകങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന്. കാഴ്ചവെച്ചടോ. നീയല്ല, നടിമാരുടെ തള്ളമാര്. റിഹേഴ്സൽ തുടങ്ങി 4-ാം ദിവസം മേലങ്കി അണിഞ്ഞ സംവിധായകൻ വരാതിരുന്നപ്പോൾ അപ്പോഴെനിക്കറിയായിരുന്നു ഇത് കുളമാകും. സാറേ സാറേ എന്ന് എന്നെ വിളിച്ചോണ്ടിരുന്ന നടിമാരുടെ തള്ളമാര് അതുവരെ ഒരക്ഷരം മാറ്റിയാ പറഞ്ഞ. അറിയാമോ? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. അതുകൊണ്ടാണ് ഈ ഡയലോഗ് ഇത്രയും വികാരം നിറഞ്ഞ് പറഞ്ഞ ഒരാൾക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അക്ഷരം മാറ്റാതെ നോക്കാം കേട്ടോ. അങ്ങനെ മൈജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2-ൻ്റെ SMS കോളേജ് ഏറ്റുമാനൂരിൽ നിന്നുള്ള കിടിലൻ അഭിനേതാക്കൾ അവരുടെ കഴിവുകൾ കാഴ്ചവെച്ച് കഴിഞ്ഞു. ഇതിൽ നിന്നും ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയം എത്തിയിരിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് പരിപാടി തീർത്ത് പോയി നമ്മളെ എൻ്റർടൈൻ ചെയ്യിച്ച അക്ഷയ്. അക്ഷയ് കാണാം. ഞാൻ വെച്ച് കൈയടിച്ച് തുടങ്ങിയിട്ട് 5 മിനിറ്റ് ഇതൊരാളെ കണ്ടില്ല. എന്ത് തോന്നുന്നു അക്ഷയ്ക്ക്? ഒരു എക്സ്പീരിയൻസ്. അളിയൻ ഒരു വിലയില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്. തനിക്കെന്താണ് ബെസ്റ്റ് പെർഫോമർ? ചുമ്മാ അല്ല കേട്ടോ, ഗിഫ്റ്റ് ഉണ്ട്. വേണേ തന്നു. ഗിഫ്റ്റ് തരുന്നത് മൈജിയാണ്. മൈജി പോറുണ്ടോ? ഇടയ്ക്ക് പോകാറുണ്ടല്ലേ? 18 എനർജറ്റിക് വർഷങ്ങൾ തീർത്ത മൈജി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കയ്യടിയോടുകൂടി നമുക്ക് അക്ഷയ് കൈമാറാം.
തുടർന്നും അഭിനയിക്കുക കേട്ടോ. അതോടുകൂടി മൈ ജി ബെസ്റ്റ് കണ്ണ ബെസ്റ്റ് സീസൺ 2ൻ്റെ SMS കോളേജ് ഏറ്റുമാനൂരിൽ നിന്നുള്ള ഈ കിടിലൻ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ പഞ്ച് ഡയലോഗ്സും അഭിനേതാക്കളും കിടിലൻ അഭിനയ മുഹൂർത്തങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ.